तुझे देखना मैं चाहूं, तेरे और यीशु करीब आऊं। तुझे देखना मैं चाहूं, तेरे और यीशु करीब आऊं। कितना है तू प्यारा प्रभु, तेरी महिमा मैं सबको सुनाऊं। यीशुआ 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 मेरे मन में समा जा। यीशुआ मेरे मन में समा जा। यीशुआ 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 मेरे मन में समा जा। यीशुआ मेरे मन में समा जा। മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. मरकुस रचित सुसमाचार उसका 5वां अध्याय 4-5 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. उसका 4 और 5वां पद. मरकुस रचित सुसमाचार 5वां अध्याय 4 और 5वां पद. പലപ്പോഴും അവനെ വിലങ്ങും ചെങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചെങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. क्योंकि वह बार बार बेड़ियों और सांकलों से बांधा गया था, पर उसने सांकलों को तोड़ दिया और बेड़ियों के टुकड़े टुकड़े कर दिए थे, और कोई उसे वश में नहीं कर सकता था. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. वह लगातार रात दिन कब्रों और पहाड़ों में चिल्लाता और अपने को पत्थरों से घायल करता था. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. वह यीशु को दूर ही से देखकर दौड़ा, उसे प्रणाम किया. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിനാണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. और ऊंचे शब्द से चिल्लाकर कहा, हे यीशु, परम प्रधान परमेश्वर के पुत्र, मुझे तुझसे क्या काम? मैं तुझे परमेश्वर की शपथ देता हूं कि मुझे पीड़ा न दे. 4-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ പറയുന്നു. 4था पद एक बार और पढ़ूं. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. कोई उसे वश में नहीं कर सकता था. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് മാറ്റം തരുവാൻ കഴിയും. परमेश्वर का वचन कभी भी नहीं बदलता, लेकिन वही परमेश्वर का वचन मुझे और आपको बदल सकता है. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്താൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് രാത്രിയിൽ നമ്മെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. परमेश्वर के वचन को कोई मनुष्य बदल नहीं सकता, लेकिन परमेश्वर के वचन में वो सामर्थ्य है जो हर मनुष्य को बदल सकती है. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. प्रभु यीशु मसीह एक धर्म की स्थापना करने के लिए इस संसार में नहीं आए. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സംഘടന ഉണ്ടാക്കുവാനല്ല. प्रभु यीशु मसीह एक संस्था की स्थापना करने के लिए नहीं आए. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. और पवित्र बाइबल कहती है, हर व्यक्ति को प्रकाशित करने वाला प्रकाश, वो ज्योतिपुंज इस संसार में आ रहा था. എത്ര വലിയ ഇരുട്ടിൽ കിടക്കുന്നവനെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ നാമം. चाहे कितना भी घनघोर अंधेरे में पड़ा हुआ एक व्यक्ति क्यों न हो, लेकिन उसको प्रकाश की ओर आकर्षित करने वाला है प्रभु यीशु मसीह का नाम. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ലെങ്കിൽ, प्रभु यीशु मसीह एक धर्म का ईश्वर नहीं है, യേശു ഒരു സംഘടനയുടെ ദൈവമല്ലെങ്കിൽ, और यीशु मसीह एक संस्था का प्रभु नहीं, യേശു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ലെങ്കിൽ, या यीशु मसीह एक विशेष विभाग का ईश्वर नहीं. യേശു പിന്നെ ആരുടെ ദൈവമാണ്? प्रभु यीशु मसीह किसका परमेश्वर है? അവൻ വിശ്വസിക്കുന്നവന്റെ ദൈവമാണ്. विश्वास करने वालों का वह परमेश्वर है. ഇന്ന് രാത്രിയിൽ ആരൊക്കെ അവനെ വിശ്വസിക്കുന്നുവോ? आज रात कौन उस पर विश्वास करता है? യേശുവേ എന്ന് വായികൾ തുറന്ന് വിളിക്കുന്നു. कौन कहेगा यीशु? അവരെ വിടുവിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. उनको छुटकारा देने के लिए आज रात को यीशु यहाँ पर है. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1:12 പരിശുദ്ധാത്മാവ് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം और നൽകിയിരിക്കുന്നു. इसीलिए यूहन्ना 1:12 में लिखा है, जिस किसी ने उस पर विश्वास किया और उससे ग्रहण किया उन्हें परमेश्वर के संतान होने का अधिकार उसने दे दिया. അതിൽ പൗലോസ് പറയുന്നു, യഹൂദനെന്നില്ല, യവനനെന്നില്ല, എബ്രായനെന്നില്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. और पौलुस इस प्रकार से कहता है कि यहूदी नहीं, इब्री नहीं, यूनानी नहीं, लेकिन जो कोई भी परमेश्वर का नाम पुकारेगा वह बच जाएगा. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, आज रात मुझे सुनने वालों, നിങ്ങൾ വായ് തുറന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ आप यदि मुंह खोलकर यीशु को पुकारोगे, അവന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ उसकी കഴിയും. उपस्थिति को आप महसूस कर पाओगे. കാരണം അവന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. क्योंकि उसका नाम सब नामों में श्रेष्ठ है. ഇന്ന് രാത്രി മരിച്ച് കല്ലറയിലായ ഒരു ദൈവത്തെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ അത്രേ. आज की रात मृत कब्र में रहने वाले किसी परमेश्वर का मैं प्रचार नहीं कर रहा, लेकिन मरे हुओं में से जी उठे प्रभु यीशु मसीह का प्रचार मैं आज रात को आपके सामने कर रहा हूं. യേശു ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നു यीशु എന്ന് मसीह आज रात വിശ്വസിക്കുന്നവർ को भी കരം जिंदा है. അടിച്ച് विश्वास ഇന്ന് രാത്രി करके तालियां ചേർന്ന് बजा के ദൈവത്തെ परमेश्वर की സ്തുതിക്കുക. स्तुति कीजिए. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. आज रात यीशु आपसे प्यार करता है. യേശു നിങ്ങളെ കരുതുന്നു. यीशु आपका ध्यान रखता है. ഈ ദേശത്തിലെ സകല മനുഷ്യരെയും കർത്താവ് സ്നേഹിക്കുന്നു. इस जगह के सारे लोगों से यीशु प्रेम करता है. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, मुझे सुनने वाले प्रियों, യോഹന്നാൻ സുവിശേഷം 3:16 ബൈബിൾ പറയുന്നു, യോഹന്നാൻ 3:16 में लिखा है, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना इकलौता पुत्र दे दिया ताकि जो कोई उस पर विश्वास करे वह नाश न हो वरन अनंत जीवन को पाए. പിതാവായ ദൈവം തന്റെ പുത്രനെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്? पिता परमेश्वर ने अपने पुत्र को क्यों इस जगत में भेजा? അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കുവാൻ. उस पर विश्वास करने वाले नाश नहीं हो ഇന്ന് രാത്രി इसलिए. എത്ര പേർ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല? आज रात कौन विश्वास करता है कि यीशु पर विश्वास करने वाला नाश नहीं होगा? विश्वास करते हैं? ഹല്ലേലൂയ. हालेलुया. അടുത്തിരിക്കുന്നവർക്ക് കരങ്ങൾ കൊടുത്ത് പറയുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല. आपके पास में बैठे व्यक्ति का हाथ मिलाकर कहिए, यीशु पर विश्वास करने वाला नाश नहीं होगा. യേശുവിൽ വിശ്വസിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. यीशु पर विश्वास करने वाला पराजित नहीं होगा. അടുത്തിരിക്കുന്നവരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, मुस्कुराकर बोले, यीशु पर विश्वास करने वाला हारेगा ഓ नहीं. ചിലർ കൈ കൊടുക്കുന്നില്ല, कुछ लोग हाथ नहीं मिला रहे, ചിലർ കൈ കൊടുക്കുന്നില്ല. कुछ हाथ नहीं मिला रहे. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കൈ ഒന്ന് പിടിച്ചാട്ടെ, हाथ मिलाइए, ആ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചേ. मुंह को देके मुस्कुराइए, मुस्कुराइए, मुस्कुराइए आपस में एक दूसरे को देखकर. ഹല്ലേലൂയ. प्रभु आशीष देगा. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. विश्वास करने वाले तालियां बजा के परमेश्वर की स्तुति कीजिए. ജോസ്യേ, हालेलुया. ഹല്ലേലൂയ. हालेलुया. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. बाइबल के अंदर पवित्र आत्मा इस प्रकार से बताती है. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം मरकुस 5वां अध्याय 43 വാക്യങ്ങൾ അവിടെ കാണാം. और उसमें 43 वचनों को उस अध्याय में हम पाते हैं. എന്നാൽ ഈ അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ യേശു ചെയ്തതായി इस രേഖപ്പെടുത്തിയിരിക്കുന്നു. अध्याय में 3 चमत्कारों को हम पाते हैं जो प्रभु यीशु ने किया. 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണ് യേശു ക്രിസ്തു ഇവിടെ ചെയ്തിരിക്കുന്നത്. 3 महत्वपूर्ण चमत्कार इस अध्याय में हम पाते हैं. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. मैं चमत्कारों में विश्वास करता हूं. I believe in miracles because I believe in Jesus tonight. मैं चमत्कारों में इसलिए विश्वास करता हूं क्योंकि आज रात मैं यीशु मसीह पे विश्वास करता हूं. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. यीशु मसीह चिन्ह चमत्कारों को करने वाला परमेश्वर അവന്റെ है. പേര് തന്നെ അത്ഭുത മന്ത്രി എന്നാണ്. उसका नाम ही अद्भुत युक्ति करने वाला है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി അത്ഭുത മന്ത്രി ഇവിടെ आज വന്നിട്ടുണ്ട്. रात वो अद्भुत युक्ति करने वाला हमारे मध्य में है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, मुझे सुनने वालों, 3 അത്ഭുതങ്ങളെ ഇവിടെ കാണുന്നു. 3 चमत्कारों को हम यहाँ देखते हैं. ഒന്ന്,
पहला, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, बाइबल में लिखा है, ഒരു ചെറുപ്പക്കാരനെ ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നു. एक जवान को यहाँ पर बताया गया है. 6000 ഭൂതങ്ങൾ അവനിൽ കുടിയിരിക്കുന്നു. लगभग 6000 दुष्ट आत्माएं इस व्यक्ति की जिंदगी में थी. അവന്റെ മാനസിക നില മുഴുവൻ തെറ്റിയിരിക്കുന്നു. और उसका मानसिक संतुलन बिगड़ा हुआ था. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. और वह कब्र में रह रहा था. അവൻ ഇടവിടാതെ നിലവിളിക്കുന്നു. और वह चिल्ला रहा था, चीख रहा था. അവൻ കല്ലെടുത്ത് അവനെ തന്നെ നശിപ്പിക്കുന്നു. और वह पत्थर लेकर अपने आप को घायल कर रहा था. അവന് വസ്ത്രം ധരിക്കുവാൻ കഴിയുന്നില്ല. वस्त्र पहन नहीं पा रहा था. ജീവിതം മുഴുവൻ പരാജയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. उसकी जिंदगी में मानव पराजय की अति सीमा में वो पहुंच चुका था. ഇവിടെ എഴുതിയിരിക്കുന്നു, और यहाँ पर लिखा है, വിലങ്ങും ചെങ്ങലയും കൊണ്ട് ബന്ധിച്ചാലും ചെങ്ങല വലിച്ചു പൊട്ടിക്കും, വിലങ്ങ് ഉരുമി ഒടിക്കും, സെല്ലിനകത്തടച്ചാൽ അവൻ സെല്ല് പൊളിച്ച് പുറത്തു വരും. और यहाँ पर लिखा है कि उसे कई बार बेड़ियों से और सांकलों से बांधा गया था. उसे पकड़ कर रखने की कोशिश की गई थी, लेकिन हर बार बेड़ियों को तोड़ देता, सांकलों को तोड़ देता, किसी के वश में वो नहीं आ रहा था. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. कोई भी उसे अपने वश में नहीं कर पा रहा था. ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഒരു മാനസിക രോഗി. एक ऐसा मानसिक बीमार व्यक्ति जिसे कोई भी उसे अपने वश में या काबू में नहीं कर पा रहा था. രണ്ടാമത്തെ വിഷയം दूसरा विषय, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. बाइबल में लिखा है, 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 21वें पद से यदि हम देखें तो പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. वहां पे पवित्र आत्मा बताती है, യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ, याईर नामक एक व्यक्ति था. അവളുടെ ആ മകന്റെ കുഞ്ഞിന്റെ രോഗത്തെ കുറിച്ച് യേശുവിനെ അറിയിക്കുന്നു. और वह अपनी बेटी जो बीमार हो चुकी थी उसके बारे में यीशु को कहता है. പ്രിയപ്പെട്ടവരെ, प्रियो, ഈ സമയത്ത് യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ആൾക്കാർ വിവരം കൊടുക്കുന്നു, ഇനി യേശുവിനോട് പ്രാർത്ഥിക്കണ്ട, ഇനി യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ പൈതൽ മരിച്ചുപോയി. और याईर यीशु के पास में आके विनती कर रहा है कि मेरी बेटी बीमार है. लेकिन ठीक उसी समय उसके घर से लोग आ रहे हैं और कहते हैं, अब तू गुरु को परेशान मत कर, तेरी बेटी मर चुकी है. മൂന്നാമത്തെ വിഷയം, और तीसरा विषय, കഴിഞ്ഞ 12 സന്വത്സരമായി 12 वर्ष से മുതൽ മുഴുവൻ കൊടുത്ത് ചികിത്സിച്ചിട്ടും अपने पास में जो संपत्ति थी वो सब खर्च करके ആർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ, कोई भी उसे चंगा नहीं कर सका, ऐसा लहू बहने वाली बीमारी वाली एक बहन. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഒട്ടും ഭേദം വരാത്ത സ്ത്രീ. बाइबल में लिखा है कि उसकी अवस्था में कोई सुधार नहीं हुआ. ഒന്നാമത്തെ വിഷയത്തിൽ पहले विषय में ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഭൂതഗ്രസ്തൻ. एक ऐसा व्यक्ति जिसे कोई वश में नहीं कर सकता था. രണ്ടാമത്തെ വിഷയത്തിൽ दूसरे विषय में മരിച്ചിട്ട് അടക്കുവാൻ വെച്ചിരിക്കുന്ന ഡെഡ് ബോഡി. मरने के बाद में गाड़ने के लिए रखा हुआ एक मृत शरीर. മൂന്നാമത്തെ വിഷയത്തിൽ और तीसरे विषय में ഒരു മെഡിക്കൽ സയൻസിനും സൗഖ്യമാക്കുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ कोई സ്ത്രീ. डॉक्टर जिसका इलाज नहीं कर सका, ऐसा लहू बहने वाली बीमारी वाली एक स्त्री. ഈ മൂന്ന് വിഷയങ്ങളും മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യുവാൻ ये കഴിയാത്തതാണ്. तीनों विषय ऐसे थे कोई मनुष्य इसका समाधान नहीं कर सकता. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്നവനെ, സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്നവനെ ആർക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയും? और वह व्यक्ति जिसे बेड़ियों से बांधने की कोशिश की गई, सांकलों से बांधने की कोशिश की गई, लेकिन उसने बेड़ियों को तोड़ दिया, उसने सांकलों को तोड़ दिया, कौन उसे अपने वश में कर पाएगा? മരിച്ചിട്ട് അടക്കുവാൻ വെച്ചിരിക്കുന്ന ശവശരീരത്തെ ഇനി ആർക്ക് വിടുവിക്കാൻ കഴിയും? मरने के बाद में गाड़ने के लिए रखे हुए एक मृत शरीर को अब कौन जिला सकता है? സകല ഡോക്ടർമാരും ചികിത്സിച്ചിട്ട് സൗഖ്യം വരാത്തവളെ ഇനി ആർക്ക് വിടുവിക്കാൻ കഴിയും? सारे डॉक्टर इलाज करने के बाद में अब कुछ इलाज नहीं हो रहा, अब कोई सुधार नहीं हो रहा, ऐसी अवस्था में कौन उसे चंगा कर सकता है? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, लेकिन आप ध्यान दीजिए, നിങ്ങൾ വിശ്വസിക്കുക, आप विश्वास कीजिए, മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഈ മൂന്ന് വിഷയത്തെയും യേശു ക്രിസ്തു ഇതാ ഹാൻഡിൽ ചെയ്യുന്നു. और इन तीनों विषयों को जब मनुष्य उसका समाधान नहीं कर सकता, देखो यहाँ पर यीशु मसीह उनका समाधान कर रहा है. മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഈ മൂന്ന് വിഷയത്തെയും യേശു ഹാൻഡിൽ ചെയ്യുന്നു. और वे तीनों विषय जो मनुष्य इसका समाधान नहीं कर पा रहा था, लेकिन देखो यीशु यहाँ पर उसका उत्तर दे रहा है. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഒരു വിഷയമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ യേശുവിന് കഴിയും. आज रात यदि आपको लग रहा है मेरी समस्या मेरे वश में नहीं है, मैं इससे बाहर नहीं आ सकता, लेकिन आज खुशखबरी है, यीशु यहाँ पर है, आपके लिए वो कार्य करने जा रहा है. കരങ്ങൾ അടിച്ച് ദൈവത്തെ तालियां बजा के സ്തുതിക്കാം. प्रभु को धन्यवाद दीजिए.
ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ, आपके पारिवारिक जीवन में, നിങ്ങളുടെ ശരീരത്തിലോ, आपके शरीर में, നിങ്ങളുടെ തലമുറകളിലോ, या आपके बच्चों में, നിങ്ങളുടെ ശുശ്രൂഷകളിലോ आपकी सेवा में നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഒരു വിഷയം ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി അത് ഏൽപ്പിക്കുക. അതിലൊരു അത്ഭുതം സംഭവിക്കും. यदि ऐसा कोई विषय है जिसमें से आप बाहर नहीं निकल पा रहे, जिसका रास्ता नहीं खुल रहा, आज उस विषय को विश्वास से यीशु के हाथों में सौंप दीजिए। ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. हो सकता है आपके जीवन में कई समस्याओं का सामना करके हताश होकर पराजित होकर आज आप यहाँ पर आए होंगे। എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ 33ാമത് നവാപൂർ കൺവെൻഷൻ തീരുന്നതിന് മുൻപ് യേശു ക്രിസ്തു നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യും. लेकिन मैं ये विश्वास करता हूँ कि ये 33वां नवापुर कन्वेंशन समाप्त होने से पहले यीशु मसीह आपके जीवन में आएगा, आपकी समस्या का समाधान करने जा रहा है। ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വിടുതലുകളെ അയക്കാൻ പോകുന്നു. आपके जीवनों में वो छुटकारे को भेजेगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, मुझे सुनने वालों, എവിടെയൊക്കെ അസാധ്യതകളുണ്ടോ जहाँ जहाँ असंभव परिस्थितियां हैं, അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളുണ്ട്. वहां पर मेरे यीशु का कार्य प्रकट होता है। വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ഭൂമിയുടെ ആരംഭം തന്നെ അസാധ്യതകളായിരുന്നു. बाइबल का अध्ययन करें, दुनिया की शुरुआत ही असंभव बात से थी। ഭൂമി പാഴായിരുന്നു, भूमि बेडोल थी, ശൂന്യമായിരുന്നു, वह शून्य थी ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. और गहरे में अंधकार था। എന്നാൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. लेकिन जल के ऊपर परमेश्वर की आत्मा मंडरा रही थी। 3 തിന്മകൾ ഈ ഭൂമിയിൽ നിലനിന്നു. 3 नुकसान की बातें, पराजय की बातें इस संसार में थी, പാഴായ അനുഭവം, और बेडोल अनुभव, ശൂന്യമായ അനുഭവം, शून्यता की अवस्थाएं ഇരുട്ടിന്റെ और അനുഭവം. गहरा अंधियारा। എന്നാൽ ഈ 3 തിന്മകൾ ഭൂമിയിൽ നിന്നപ്പോൾ लेकिन जब ये 3 हानि की बातें इस संसार में थी, ഒരു നന്മ അവിടെ ഉണ്ടായിരുന്നു. एक भलाई वहां पर थी, പരിശുദ്ധാത്മാവ്, और वह है पवित्र आत्मा। പരിശുദ്ധാത്മാവ്, पवित्र आत्मा, പരിശുദ്ധാത്മാവ്. पवित्र आत्मा। ഇന്ന് രാത്രിയിൽ आज रात 1000 പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും आपके जिंदगी में 1000 समस्याएं होगी, 100 കണക്കിന് തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നെങ്കിലും सैकड़ों हानियां आपकी जिंदगी में होगी, ഈ തിന്മകളെ മുഴുവൻ നന്മയാക്കാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി സാധിക്കും. लेकिन आपकी जिंदगी की हानि को, पराजय को आशीष में बदलने के लिए आज रात को पवित्र आत्मा यहाँ पर है। പരിശുദ്ധാത്മാവിന് അത് ചെയ്യുവാൻ കഴിയും. पवित्र आत्मा ये कर सकती है। നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ तालियां बजा के സ്തുതിക്കാം. प्रभु को धन्यवाद दीजिए। Glory to God. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ആ വിഷയം ഇന്ന് രാത്രി യേശു ഹാൻഡിൽ ചെയ്യുന്നു. आज रात को जिन विषयों का आपको उत्तर नहीं मिल रहा, यीशु के हाथ में दे दो, यीशु उत्तर निकालेगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, मुझे सुनने वालों, എവിടെയൊക്കെ അസാധ്യതകളുണ്ടോ जहां जहां असंभव बातें प्रतीत हुई, അവിടെയെല്ലാം ദൈവത്തിന്റെ കരമുണ്ട്. वहां वहां परमेश्वर का हाथ भी उतर आया। ഒരിക്കൽ മറിയയുടെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, एक बार मरियम के पास में जिब्राइल स्वर्गदूत आया, ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കുവാൻ പോകുന്നു. जगत का उद्धार करता तुझ में जन्म लेगा। അവിവാഹിതയായ ആ സഹോദരി, मरियम कुंवारी थी, ഒരു പുരുഷനുമായി ബന്ധമില്ലാത്ത किसी സഹോദരി पुरुष के साथ में उसका कोई संबंध नहीं था। ദൂതനോട് ചോദിക്കുന്നു, स्वर्गदूत से पूछा, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ मैं സംഭവിക്കും? किसी पुरुष को नहीं जानती, यह ഇതെങ്ങനെ कैसे होगा? സംഭവിക്കും? यह कैसे होगा? ഈ അത്ഭുതം എങ്ങനെ यह സംഭവിക്കും? चमत्कार कैसे होगा? എന്റെ ബുദ്ധിക്ക് ഇതെത്തുന്നതല്ല. मेरी बुद्धि में समझ में नहीं आता। ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച ചോദ്യത്തിന് यह कैसे होगा जब यह प्रश्न पूछा गया, ഒരിക്കലായി എന്നേക്കുമായി एक बार और हमेशा हमेशा के लिए ദൈവത്തിന്റെ ദൂതൻ മറുപടി പറഞ്ഞു, स्वर्गदूत ने उत्तर दिया, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. पवित्र आत्मा तुझ पर उतरेगी। ഇന്ന് രാത്രിയിൽ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ മേൽ आज വരും. रात यदि आप भी प्रश्न उठा रहे हैं, कैसे होगा, कहां से रास्ता खुलेगा, कौन मुझे यहां से निकालेगा, उत्तर है पवित्र आत्मा आप पर आ जाएगा। വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ विश्वास സ്തുതിക്കുന്നു. करने वालों के लिए मैं प्रभु को धन्यवाद देता Listen हूं। to me everyone here. सभी लोग यहाँ ध्यान दीजिए। വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ बाइबल जब हम सीखते हैं, 5-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, 5वां अध्याय उसका पहला पद में लिखा है, അവർ കടലിന് അക്കരെ ഗദരദേശത്ത് എത്തി. वे झील के पार गिरासेनियों के देश में पहुंचे। പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. जब वह नाव पर से उतरा तो तुरंत एक मनुष्य जिसमें अशुद्ध आत्मा थी कब्रों से निकलकर उसे मिला। 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും
ഗദരദേശത്തെത്തിയതായി കാണുന്നു. और 5वें अध्याय उसके पहले पद में हम देखते हैं कि प्रभु यीशु मसीह अपने चेलों के साथ में गिरासेनियों के देश में पहुंचता है. എന്നാൽ 4-ാം അധ്യായം 35 മുതലുള്ള വാക്യത്തിലാണ് യേശു ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും യാത്ര അവിടെ लेकिन രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4थे अध्याय उसके 35वें पद में हम देखते हैं प्रभु यीशु मसीह अपने चेलों के साथ में यात्रा को आरंभ करते हैं. യേശു ക്രിസ്തു പറയുന്നു, എഴുന്നേൽക്കുക, നമുക്ക് അക്കരയ്ക്ക് പോകാം. और यीशु अपने चेलों से 35वें पद में कहता है, 4थे अध्याय के 35वें पद में कहता है, आओ हम पार चले. അക്കരയ്ക്ക് പോകാം എന്ന് യേശു പറയുമ്പോൾ ശിഷ്യന്മാർക്കറിയാം അക്കരെ ദേശം ഗദരദേശമാണ്. और जब यीशु चेलों को कह रहा है आओ हम पार चले, चेलों को मालूम है कि उस पार गिरासेनियों का देश है. എന്നാൽ ഈ യാത്രയുടെ ഉദ്ദേശം യേശു അവിടെ വെളിപ്പെടുത്തുന്നില്ല. इस यात्रा का उद्देश्य क्या है यीशु उन्हें नहीं बता रहा. യേശു ക്രിസ്തുവിന്റെ യാത്രയുടെ ഉദ്ദേശം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. और यीशु की यात्रा का उद्देश्य चेलों को मालूम नहीं पड़ा. യേശു ക്രിസ്തു വിളിച്ചപ്പോൾ തന്നെ അവർ പടകുമെടുത്ത് പുറപ്പെട്ടു. यीशु ने जैसे ही पुकारा नाव लेकर वे आ गए. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേട്ട്, आज रात परमेश्वर की आवाज सुनकर, യേശു ക്രിസ്തുവിന്റെ വിളി കേട്ട് यीशु की पुकार को सुनकर ഇറങ്ങി പുറപ്പെട്ട പലർക്കും निकले हुए कई लोगों को ഈ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലായില്ലെങ്കിലും इस यात्रा का उद्देश्य क्या है आपको नहीं मालूम हुआ तो भी, നിങ്ങൾക്ക് ഇതിന്റെ അവസാനം എന്തുവാകുമെന്ന് പിടികിട്ടില്ലെങ്കിലും इस यात्रा की मंजिल में लक्ष्य में क्या करोगे, कहां पहुंचोगे आपको नहीं मालूम पड़ा तो भी, നിങ്ങളെ വിളിച്ചവൻ അറിയാം നിങ്ങളെ എവിടെ എത്തിക്കണമെന്ന്. आपको बुलाने वाले को मालूम है आपको कहां पर पहुंचाना നിങ്ങളെ है. വിളിച്ചവൻ അറിയാം നിങ്ങളെ എവിടെ जिसने കൊണ്ടുചെല്ലണമെന്ന്. आपको बुलाया है उसे मालूम है आपको कहां पर पहुंचाना है. ബൈബിൾ പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ बाइबल വിശ്വസ്തനാകുന്നു. में लिखा है कि जिसने आपको बुलाया वह विश्वास योग्य है. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിന്റെ ദയ നിങ്ങളെ വിട്ടുമാറുകയില്ല. पहाड़ियां टल जाएगी, पहाड़ गिर जाएंगे, लेकिन परमेश्वर की दया हमें छोड़ करके नहीं जाएगी. ആകാശവും ഭൂമിയും മാറിയാലും കർത്താവിന്റെ വചനം മാറുന്നില്ല. आकाश और पृथ्वी टल जाएंगे लेकिन परमेश्वर का वचन कभी नहीं टलेगा. ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടാലും യേശു നിങ്ങളെ കൈവിടുകയില്ല. पूरी दुनिया आपका हाथ छोड़ देगी लेकिन यीशु आपका हाथ नहीं छोड़ेगा. ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും യേശു നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല. पूरा संसार आपको अकेला कर देगा लेकिन यीशु आपको कभी भी अकेला नहीं छोड़ेगा. ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തവൻ ഇന്ന് രാത്രിയിലും വിശ്വസ്തനാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. देखो मैं जगत के अंत तक सदैव तुम्हारे साथ में रहूंगा, ऐसी घोषणा करने वाला आज रात को भी हमारे मध्य में है, इसलिए मैं परमेश्वर को धन्यवाद देता हूं. യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ സഹോദരങ്ങളെ, यीशु के प्रेम को पहचाने हुए लोग, യേശുവിനെ അനുഗമിക്കുന്ന സഹോദരങ്ങളെ, यीशु का अनुसरण करने वाले चेले, വളരെ സ്നേഹത്തോടെ ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കട്ടെ, बड़े प्रेम से मैं आपको बताऊं അവൻ നിങ്ങളെ കൈവിടുകയില്ല. वो आपका हाथ नहीं छोड़ेगा, അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. वो आपको त्यागेगा नहीं. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. जिसने आपको बुलाया है वह विश्वास योग्य है. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. जिसने आपको बुलाया है वह विश्वास योग्य है. അടുത്തിരിക്കുന്നവരോട് പറയുക, നിങ്ങളെ വിളിച്ചവൻ आपके വിശ്വസ്തനാണ്. पड़ोसी का हाथ पकड़कर बोलिए, जिसने बुलाया है वह विश्वास योग्य है. बोले, जिसने बुलाया है वह विश्वास योग्य है. जिसने बुलाया है वह विश्वास योग्य है. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. जिसने बुलाया है वह विश्वास योग्य है. പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. चाहे पैसा हो पैसा नहीं हो, यीशु आपसे प्यार करता है. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും യേശു നിങ്ങളെ आपके സ്നേഹിക്കുന്നു. जीवन की अवस्थाएं कैसी भी क्यों न हो, लेकिन यीशु आपसे प्यार करता है. അമ്മയിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം, അപ്പനിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം ഇന്ന് രാത്രി നിനക്ക് തരുവാൻ യേശുവിന് കഴിയും. आपको शायद आपकी माँ से प्रेम नहीं मिला होगा, आपके पिता से आपको प्रेम नहीं मिला होगा, लेकिन वह प्रेम मेरा यीशु आज रात को आपको देना നിന്റെ चाहता है. കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം യേശുവിന് നിനക്ക് തരാൻ वह കഴിയും. प्रेम जो आपके परिवार के सदस्यों से आपको नहीं मिला, आज रात को यीशु आपको देना चाहता ബൈബിൾ है. പറയുന്നു, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ല. बाइबल में लिखा है कि क्या एक माँ अपने बच्चे को भूल सकती है? क्या जन्माने वाली माता अपने बच्चे को दूध पिलाना भूल सकती है? हाँ, यदि वो भूल भी जाए तो मेरा यीशु नहीं भूलेगा, मेरा यीशु नहीं भूलेगा. കരങ്ങൾ അടിച്ച് ചേർന്ന് तालियां ദൈവത്തെ बजा के സ്തുതിക്കാം. प्रभु की स्तुति कीजिए. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് നിന്നെ ശിക്ഷിക്കുന്ന യേശുവിനെ കുറിച്ചല്ല, നിന്നെ രക്ഷിക്കുന്ന യേശുവിനെ आज കുറിച്ചാണ്. रात को तुझे दंड देने वाले यीशु के बारे में नहीं, लेकिन तुझे बचाने वाले, तुझे छुड़ाने वाले यीशु के बारे में मैं प्रचार कर रहा हूं. എത്ര പരാജയപ്പെട്ടവനെ വിടുവിക്കുന്ന യേശു, कितना भी पराजय की अवस्था में पड़े हुए एक व्यक्ति को सफलता देने वाला यीशु, എത്ര വലിയ മഹാപാപിയെയും വിശുദ്ധനാക്കുന്നത് യേശുവിന്റെ രക്തം. और चाहे कितनी भी बड़े पाप की अवस्था में आप क्यों न पड़े हो, लेकिन आपको पवित्र करने वाला है यीशु
मसीह का लहू। ഹല്ലേലൂയ. हालेलुया। 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. पहला यूहन्ना 1:7 में लिखा है, उसके पुत्र यीशु मसीह का लहू हमें हमारे सारे पापों से धोकर हमें बचाता है। എത്ര പേർ അവരുടെ ജീവിതം പൂർണ്ണമായി യേശുവിന് നൽകുന്നു? कितने लोग हैं जो अपना पूरा जीवन यीशु को सौंपते हैं? യേശുവിന്റെ സ്നേഹത്തെ എത്ര പേർ അനുഭവിക്കുന്നു? यीशु के प्रेम को कितने लोग अनुभव करते हैं? കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ हाथों को സ്തുതിക്കാം. उठाकर प्रभु को धन्यवाद दीजिए। ഹല്ലേലൂയ. हालेलुया। ശബ്ദം ഉയർത്തി ऊंची ഹല്ലേലൂയ. आवाज में हालेलुया। ആമേൻ. ശ്രദ്ധിക്കുക, ध्यान दीजिए, ഈ ഒരു യൗവനക്കാരനെ വിടുവിക്കുവാൻ इस एक जवान को छुटकारा देने के लिए യേശു ക്രിസ്തു കടല് കടന്ന് ഗദരദേശത്തെത്തി. प्रभु यीशु मसीह झील पार करके गिरासीनियों के देश में पहुंचे। ഗദരദേശത്തെത്തിയ യേശു गिरासीनियों के देश में पहुंचा हुआ यीशु ഈ ഒരൊറ്റ മനുഷ്യന് വേണ്ടി മാത്രമാണ് ചെന്നത്. इस एक मनुष्य के लिए ही उस जगह में वो पहुंचा। ശമരിയ പട്ടണത്തിൽ വന്ന യേശു समारिया गांव में आया हुआ यीशु ഉച്ചയ്ക്ക് 12 മണിക്ക് പൊള്ളുന്ന വെയിലത്ത് അവിടുത്തെ കിണറിന്റെ കരയിൽ നിന്നത് ഒരു സഹോദരിയെ വിടുവിക്കുവാനാണ്. दोपहर को 12 बजे जब गर्मी बहुत थी, उस गर्मी की अवस्था में कुएं के किनारे में यीशु खड़ा हुआ एक बहन को बचाने के लिए। ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ യേശുക്രിസ്തു മണിക്കൂറോളം നിന്നത് ഒരു പത്രോസിനെ വിടുവിക്കുവാനാണ്. गन्नेसरत झील के किनारे कई घंटों तक यीशु खड़ा रहा एक पतरस को बचाने के लिए। അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും യേശുക്രിസ്തുവിന് വിലപ്പെട്ടവരാണ്. यदि ऐसा है तो आज रात को यहाँ पर बैठा हुआ हर एक व्यक्ति परमेश्वर के लिए बहुमूल्य है, परमेश्वर के लिए अनमोल है। ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും യേശു സ്നേഹിക്കുന്നു. यहाँ पर बैठे हुए एक एक व्यक्तियों से यीशु प्रेम करता है। കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. हाथों को उठाकर हालेलुया, ഹല്ലേലൂയ. हालेलुया। എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, मुझे सुनने वाले प्रियो, ഈ അധ്യായത്തിൽ നിന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നു, और इस अध्याय में पवित्र आत्मा स्पष्ट करता है, ഒരു മനുഷ്യനെ एक मनुष्य को ദുരാത്മാവ് നയിച്ചാൽ यदि दुष्ट आत्मा उसको नियंत्रित करे तो അവന്റെ ജീവിതം എന്താകുമെന്നും उसका जीवन क्या हो जाएगा। അതേ വ്യക്തിയെ लेकिन उसी व्यक्ति को യേശു വിടുവിച്ചാൽ यदि यीशु छुटकारा प्रदान करे, അവന്റെ ലൈഫ് എന്താകുമെന്നും उसका जीवन कैसा हो जाएगा। ഈ ഒരൊറ്റ ചെറുപ്പക്കാരൻ പഠിപ്പിക്കുന്നു. यह जवान के जीवन से हम सीख सकते हैं। Once again, एक बार और मैं बताऊं, listen to me, listen to me here. ध्यान से सुनिए। ഒരു മനുഷ്യനെ एक व्यक्ति ദുരാത്മാവ് സ്വാധീനിച്ചാൽ जिसके जीवन में दुष्ट आत्मा ने उसे बांध दिया था, അവന്റെ ജീവിതം എന്താകുന്നു? उसकी जिंदगी की गति क्या थी। അതേ വ്യക്തിയെ और उसी व्यक्ति को യേശു വിടുവിച്ചാൽ जब प्रभु यीशु मसीह छुटकारा प्रदान करे, അവന്റെ ജീവിതം എന്താകുന്നു? उसका जीवन कैसा हो जाएगा। ഈ ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. इस व्यक्ति की जिंदगी से हम सीख सकते हैं। ഒന്ന്, पहली बात, 6000 ഭൂതങ്ങൾ ഇവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. 6000 दुष्ट आत्माएं इस व्यक्ति के जीवन में थे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, मुझे सुनने वालों, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് प्रभु यीशु मसीह इस जगत में आए നമുക്ക് നിത്യജീവൻ തരുവാനാണ്. हमें अनंत जीवन देने के നമ്മെ लिए, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നയിക്കാനാണ്. श्राप से आशीष की ओर हमें ले जाने के लिए। ഇതെല്ലാം സത്യമാണ്. ये सब सच है, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് യോഹന്നാൻ പറയുന്നു. लेकिन एक महत्वपूर्ण प्रकाशन यूहन्ना बताता है, അവൻ നിത്യജീവൻ തരുവാൻ മാത്രമല്ല, वह न केवल अनंत जीवन देने के लिए आया, ശാപത്തെ അനുഗ്രഹമാക്കാൻ മാത്രമല്ല, न केवल श्राप को आशीष में बदलने के लिए आया, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. शैतान के कार्यों को पराजित करने के लिए परमेश्वर का पुत्र प्रकट हुआ। പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, शैतान के कार्यों को पराजित करने के लिए, വായികൾ തുറന്നു പറയുക, मुंह खोलकर बोलिए, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. बोले शैतान के कार्य को पराजित करने के लिए। ഇന്ന് രാത്രിയിൽ പൈശാചിക പ്രവർത്തികൾ ഇവിടെ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. आज रात को भी यीशु के नाम में शैतान के कार्य पराजित यहाँ पर होंगे। കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. हाथों को उठाकर हालेलुया।
കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നു. परमेश्वर आज भी चमत्कारों को करता है, हम देख रहे हैं. ഈ കഴിഞ്ഞ ദിവസം വരെ 100 കണക്കിന് രോഗികളെ യേശു സൗഖ്യമാക്കിയത് ഞങ്ങൾ കാണുന്നു. पिछले दिनों में भी सैकड़ों लोगों को प्रभु ने चंगा किया, हमने देखा. നിങ്ങളെ സൗഖ്യമാക്കുന്നത് ഒരു പാസ്റ്റർ അല്ല, आपको कोई पासबान चंगा नहीं करता. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന വ്യക്തിയല്ല നിങ്ങളെ आपके സൗഖ്യമാക്കുന്നത്. सामने प्रचार करने वाला व्यक्ति के पास में जादू नहीं है ഇന്ന് आपको चंगा രാത്രിയിൽ करने के लिए. ആരെയാണോ ഞാൻ പ്രസംഗിക്കുന്നത് ആ യേശു ക്രിസ്തുവാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. लेकिन जिसका मैं प्रचार करता हूं वह यीशु मसीह ही आपको चंगा कर सकता है. ഹല്ലേലൂയ. हालेलुया. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, मुझे सुनने वालों, ദുരാത്മാവ് ഈ മനുഷ്യനെ സ്വാധീനിച്ചതിനാൽ दुष्ट आत्मा इस व्यक्ति के जीवन में था. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. दुष्ट आत्मा उसके जीवन में था, उस कारण से वह कब्रों में, कब्रिस्तान में रह रहा था. അപ്പോൾ പിശാച് ഒരു മനുഷ്യനെ സ്വാധീനിച്ചാൽ അവനെ കൊണ്ടുപോകുന്ന അവസ്ഥ കല്ലറയുടെ അനുഭവം. कहने का मतलब एक व्यक्ति को अगर शैतान अगुवाई करता है, उसके ऊपर दुष्ट आत्मा आ जाती है, उसका अंत कब्रिस्तान में होता है. എന്താണ് കല്ലറ എന്ന് പറഞ്ഞാൽ? कब्रिस्तान कहां पर है? ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിലെ അവസാനത്തെ സ്ഥലമാണ് കല്ലറ. कब्रिस्तान या कब्र वह स्थान होता है जहां पर एक व्यक्ति का शरीर दफन किया जाता है या एक व्यक्ति के शरीर को जहां छोड़ा जाता है मरने के बाद में, वह स्थान होता है कब्रिस्तान. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെ ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം എത്തുന്ന സ്ഥലം, അവന്റെ ഭൗതിക ശരീരം എത്തുന്ന സ്ഥലം കല്ലറയാണ്. हमारे यीशु मसीह के आगमन से पहले तक एक व्यक्ति का इस सांसारिक जीवन का अंत, उसका आखिरी गंतव्य वह कब्रिस्तान में होता था. എന്നാൽ ആത്മാവ് ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോകുന്നു. लेकिन आत्मा उस स्थान में जाती है जिसे परमेश्वर ने तैयार किया है. ഭാര്യയ്ക്കും ഭർത്താവിനും പാസ്റ്ററിനും മനുഷ്യർക്കും എല്ലാം കല്ലറ വരെ വരുവാൻ കഴിയത്തുള്ളൂ. चाहे पति हो, चाहे पत्नी हो, चाहे बच्चे हो, चाहे पासबान हो, एक व्यक्ति के मरने के बाद कब्रिस्तान तक ही वो साथ दे सकता है. എന്നാൽ അതിനപ്പുറത്തും നമുക്ക് ബന്ധമുള്ളത് ജീവനുള്ള लेकिन ദൈവത്തോടാണ്. मृत्यु के बाद में भी अगर हमारा संबंध किसी के साथ में रहता है तो हमारे जीवित परमेश्वर से है. ഈ മനുഷ്യനെ ദുരാത്മാവ് സ്വാധീനിച്ചതിനാൽ और इस व्यक्ति के ऊपर दुष्ट आत्मा थी, इसलिए ഇവന്റെ പാർപ്പ് ഇപ്പോൾ കല്ലറയിലാണ്. अब ये कब्रिस्तान में रह रहा था. എന്ന് വെച്ചാൽ ഒടുവിലത്തെ സ്ഥലം. मानो आखिरी स्थान, अब कोई स्थान बचा नहीं उसके रहने के लिए. ഇവനൊരു ചെറുപ്പക്കാരനാണ്. ये एक जवान है ഇവൻ സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ടവനാണ്. और वह दौड़ने में और भागा दौड़ी करके काम करने वाला व्यक्ति होना चाहिए. ഇവൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടവനാണ്. जीवन में कई ऊंचाइयों को देखने वाला व्यक्ति था. ഇവൻ പലർക്കും അനുഗ്രഹമാകേണ്ടവനാണ്. ये कईयों के लिए आशीष का विषय बनना था. ഇവനിലൂടെ അനേകർ उसके വിടുവിക്കപ്പെടുന്നതാണ്. द्वारा कई लोग छुटकारा पाने थे. ഇവൻ മാതാപിതാക്കൾക്ക് നല്ലൊരു ये മകനായിരിക്കുന്നവനാണ്. माता पिता के सामने एक अच्छा बच्चा होना चाहिए ഇവൻ था. സമൂഹത്തിനൊരു അനുഗ്രഹമാകേണ്ടവനാണ്. समाज के लिए एक आशीष का विषय उसे होना चाहिए था. എന്നാൽ പിശാച് അവനെ സ്വാധീനിച്ചതിനാൽ लेकिन दुष्ट आत्मा उसके ऊपर आ गई, इसलिए ഒരു മനുഷ്യനുമായി സമ്പർക്കമില്ലാതെ किसी व्यक्ति से उसका संबंध नहीं रहा. സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ടവനെ ഫിനിഷിംഗിൽ നിർത്തുന്നു. और वह व्यक्ति जिसे दौड़ दौड़ कर जोश से कार्य करना चाहिए था, मानो जिंदगी के उस आखिरी बिंदु पर, आखिरी स्थान पर वह पहुंच गया. നമ്മുടെ പട്ടണങ്ങളിൽ എത്രയോ വ്യക്തികളെയാണ് പിശാച് ഈ നിലയിൽ സ്വാധീനിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചത്. हमारे नगरों में, हमारे गांव में कितने कितने ऐसे जवान हैं जिन्हें शैतान ने अपने कब्जे में कर दिया और जिंदगी से हताश होकर जीवन की समस्या में उलझकर समस्या की ओर बढ़ रहे हैं. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതങ്ങളെ അവൻ സ്വാധീനിച്ച് ഫിനിഷിംഗിലെത്തി കുടുംബങ്ങളെ സെപ്പറേറ്റഡ് ആക്കി. और ऐसे कई परिवार जो सुख से जीवन बिता रहे थे, लेकिन शैतान ने वहां पर कार्य किया, गड़बड़ी पैदा किया और उनकी जिंदगी को पराजय की ओर धकेल करके लेकर चला गया. നല്ല സ്വഭാവമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാച് സ്വാധീനിച്ച് അവന്റെ ജീവിതത്തെ പാപത്തിന് അടിമയാക്കി അവനെ ഫിനിഷിംഗ് പോയിന്റിലാക്കി. और हमारे बच्चे जिनका स्वभाव अच्छा था, लेकिन शैतान ने उन्हें आकर्षित करके अपने वश में कर लिया और उनके स्वभाव को बिगाड़ दिया और जिंदगी में पराजय की ओर धकेल दिया. എത്രയോ ആരോഗ്യമുള്ള വ്യക്തികളെ പിശാച് സ്വാധീനിച്ച് അവരെ കിടക്കയിലാക്കി. और कितने सेहतमंद लोगों की जिंदगी में कई बीमारियां लाकर शैतान ने उन्हें अपने वश में कर दिया और उन्हें मरने के लिए छोड़ दिया गया. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ അറിയുക, लेकिन आज रात आप सुन लीजिए, പിശാച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചതിനെ യേശു വിടുവിച്ചാൽ ഫിനിഷിംഗ്
പോയിന്റിൽ നിന്ന് അവൻ നിന്നെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്നു. और शैतान यदि आपको आपकी जिंदगी की पराजय की सीमा के अंदर ले जाकर कह रहा है तू यहाँ पर खत्म हो जाएगा, यदि यीशु आपकी जिंदगी में आ जाएगा उस स्थान से एक नई शुरुआत आपकी जिंदगी में वो देना चाहता है. ഹല്ലേലൂയ. हालेलुया. പിശാച് തീർത്തു എന്ന് പറഞ്ഞവനെയും ഇന്ന് രാത്രിയിൽ വിടുവിപ്പാൻ യേശുവിന് കഴിയും. और यदि शैतान कह रहा होगा तू खत्म हो गया, अब तू उठ नहीं सकता, लेकिन मेरा यीशु कहता मैं शुरू करूंगा, मैं खड़ा करूंगा, तू आगे बढ़ेगा. അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് രാത്രി ആരംഭിക്കുവാൻ യേശുവിന് കഴിയും. और शैतान कहेगा सब कुछ समाप्त हो गया, लेकिन यीशु कहेगा अभी तो आरंभ हुआ है. ബൈബിൾ പറയുന്നു, बाइबल कहती है മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, तेरा आगे कौन है उसकी चिंता मत कर. പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. पुरानी बातों के बारे में तो कल्पना मत कर. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. देखो मैं एक नई बात कर रहा हूं. ഇതാ ഞാൻ പുതിയതൊന്ന് देखो ചെയ്യുന്നു. मैं एक नई बात कर रहा ഇതാ हूं. ഞാൻ പുതിയതൊന്ന് देखो मैं एक ചെയ്യുന്നു. नई बात कर रहा എത്ര हूं. പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു कितने लोग विश्वास करते हैं അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം एक തരുമെന്ന്? आशीष जीवन मेरा प्रभु मुझे देगा, സന്തോഷമുള്ള ഒരു ജീവിതം ദൈവം खुशी തരുമെന്ന്? भरा जीवन मेरा प्रभु मुझे देगा. ഇന്നത്തെ പ്രതിസന്ധികൾ മുഴുവൻ മാറി. आज की समस्या टल जाएगी. ഇന്ന് കണ്ട മിസ്രൈമിനെ മേലാൽ കാണത്തില്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു അനുഗ്രഹം സ്വർഗ്ഗം തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. वचन में लिखा है कि आज जो मिस्री तुम्हारे सामने है अब तू उन्हें नहीं देखेगा. ऐसा कहा हुआ वचन के आधार पर आपकी जिंदगी की समस्या टल जाएगी, प्रभु की आशीष को आप देखोगे. ऐसा विश्वास करते प्रभु को धन्यवाद दीजिए. ഹല്ലേലൂയ. हालेलुया. അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് और जहां पर सब कुछ समाप्त हो गया, हार गया, खत्म हुआ, ऐसा कहे हुए स्थान में ഇന്ന് രാത്രി ആരംഭിക്കാൻ യേശുവിന് കഴിയും. आज रात वहीं से एक नई शुरुआत देने को मेरा यीशु चाहता है. തീർന്നു എന്ന് പറഞ്ഞെടുത്ത് जहां पर बोला कि समाप्त हो गया, ഇന്ന് രാത്രി തുടങ്ങാൻ യേശുവിന് കഴിയും. आज रात एक नई शुरुआत देना मेरा यीशु चाहता है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, मुझे सुनने वाले प्रियो, ഈ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അതെന്റെ വീടാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, यदि आप में से कोई है जो बैठकर कह रहा है इस संसार में कोई नरक है तो वो मेरा घर है, ऐसा कहने वाला यदि यहाँ पर कोई है तो നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശു ഏറ്റെടുത്താൽ आपके घर का, आपके जीवन का नियंत्रण यीशु को दे दो तो നിങ്ങൾ തിരിച്ചു പറയും, आप इस प्रकार से कहोगे ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതെന്റെ ഭവനമാണ്. इस संसार में कहीं कोई स्वर्ग है तो वो मेरा घर है. ഒന്ന്, पहली बात, പിശാച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചവനെ യേശു സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്നു. शैतान पराजय के कगार पर पहुंचाए हुए एक व्यक्ति को यीशु एक नई शुरुआत की ओर ले जाता है. സ്വന്തമായി നിലവിളിച്ച് സ്വന്തമായി ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞ അതേ അധരം കൊണ്ട് യേശു ക്രിസ്തു വിടുവിച്ചതിനാൽ അവനിപ്പോൾ സുവിശേഷം അറിയിക്കുന്നു. अकेला रोने वाला, अपने आप को कोसने वाला, अपने आप के लिए श्राप की बातें कहने वाले को जब यीशु ने छुटकारा प्रदान किया, वही व्यक्ति अब यीशु के वचन की गवाही दे रहा है. മൂന്നാമത്തെ വിഷയം, तीसरा विषय, അവനൊരു കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുന്നു. वह एक पत्थर लेकर अपने आप को घायल कर रहा അവന്റെ था. അവയവങ്ങളെ അവൻ തന്നെ നശിപ്പിക്കുന്നു. उसके शरीर के अंगों को वह खुद नुकसान पहुंचा रहा था. പിശാച് ഒരു വ്യക്തിയെ സ്വാധീനിക്കുമ്പോൾ दुष्टात्मा जब एक व्यक्ति में आ जाती है അവന്റെ അവയവങ്ങളെ അവൻ തന്നെ ഇല്ലാതെയാക്കുന്നു. और वह स्वयं उसके अंगों को नुकसान पहुंचाता है. എത്രയോ പേരാണ് മദ്യപിച്ചും പുകവലിച്ചും പാപം ചെയ്തും അവരുടെ ഇന്റേണൽ ഓർഗൻസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. कितने कितने लोग नशीले पदार्थों का सेवन करके, शराब पीकर, मद्यपान करके, बीड़ी तंबाकू सिगरेट वगैरह खाकर अपने शरीर का नुकसान पहुंचा रहे हैं, अपने आप को खत्म कर रहे हैं. എന്നാൽ ആ വ്യക്തിയും ഇന്ന് രാത്രി യേശുവിലേക്ക് വരുമ്പോൾ लेकिन वह व्यक्ति भी आज रात को यदि यीशु को पुकारेगा, യേശുവിന്റെ സ്നേഹത്താൽ അവൻ നിറയപ്പെടുമ്പോൾ यीशु के प्रेम से यदि वह भर जाएगा, അവന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, ശരീരത്തെ, ജീവിതത്തെ യേശു തിരികെ കൊടുക്കുന്നു. उसका शरीर जो दुर्बल हो चुका है इन नशों के कारण, परमेश्वर उस अवस्था को बदलेगा, एक नई सेहत को प्रभु देगा, एक नई चंगाई को परमेश्वर दे കാരണം सकता നിങ്ങളുടെ है. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. क्योंकि आपका शरीर परमेश्वर का मंदिर ഒന്ന് है. കൊരിന്ത്യർ 3:16 ബൈബിൾ പറയുന്നു, पहला कुरिन्ती 3:16 में लिखा है, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും तुम परमेश्वर के मंदिर हो. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? क्या तुम नहीं जानते कि परमेश्वर की आत्मा तुम में निवास करता है? എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, मुझे सुनने वाले प्रियो, everyone listen to me here. सभी लोग यहाँ ध्यान दीजिए. യേശു ക്രിസ്തു ഗദരദേശത്തെത്തിയപ്പോൾ जब प्रभु यीशु मसीह गिरासेनियों के देश में पहुंचे, ഭൂതഗ്രസ്തൻ ഓടി വന്ന യേശുവിനെ എതിരേൽക്കുന്നു. और दुष्टात्मा ग्रस्त व्यक्ति दौड़ कर आता है यीशु के पास में.
യേശു ക്രിസ്തു വരുന്നു എന്നത് അവൻ തിരിച്ചറിഞ്ഞു. यीशु मसीह आ रहा है, इस बात को उस व्यक्ति ने पहचान लिया. യേശു ആ പട്ടണത്തിൽ ആ ഗദരദേശത്ത് കാല് കുത്തിയത് ഭൂതം തിരിച്ചറിഞ്ഞു. और यीशु गिरासेनियों के देश में कदम रखते ही दुष्ट आत्मा पहचान गई. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുക, आज रात आप समझ जाना, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, आप जब प्रभु की स्तुति करते हैं, നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, आप जब यहाँ पर प्रभु की आराधना करते हैं, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭവനത്തിൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. आपको भी नहीं मालूम पड़ेगा कहां से होगा, कैसे होगा, लेकिन आपके घर में प्रभु का छुटकारा प्रकट हो जाएगा. ദൈവത്തിന്റെ സാന്നിധ്യം പിശാച് തിരിച്ചറിയുന്നു. परमेश्वर की उपस्थिति को शैतान पहचान जाता है. നിങ്ങൾ ഇവിടെ ഇരുന്ന് കരമടിക്കുമ്പോൾ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. आप यहाँ बैठकर तालियां बजाएंगे, प्रभु का चमत्कार आपके जीवन में, आपके परिवारों में प्रकट होता रहेगा. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാ. और आप जब प्रभु की स्तुति करते रहेंगे, स्वर्गदूत आपके लिए उतर आएंगे. ഹലോ, हालेलुया. ഒരു പക്ഷേ ദൃശ്യമണ്ഡലത്തിൽ നിങ്ങൾക്കൊന്നും കാണാൻ हो കഴിയത്തില്ലായിരിക്കും. सकता है आपकी आंखों के सामने आपको कुछ भी दिखाई नहीं देता होगा, പക്ഷെ നിങ്ങൾ അറിയണം, लेकिन आज पहचानना है, ഇന്ന് രാത്രി ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. आज रात प्रभु की उपस्थिति यहाँ पर है. യേശു ഇവിടെ വന്നിട്ടുണ്ട്. प्रभु यीशु मसीह यहाँ पर है. ഇവിടെ നിങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ और जब आप आकर यहाँ पर बैठे उसी समय, നിങ്ങളിപ്പോൾ ആ കർത്താവിന്റെ കവറിങ്ങിനകത്താണ്. और आप प्रभु यीशु मसीह के उस आच्छादन के अंदर हो. അത്യുന്നതന്റെ ചിറകിന്റെ മറവിലാണ്. सर्वशक्तिमान के पंखों की आड़ में आप बने हुए हो. ഹല്ലേലൂയ. हालेलुया. ഒരു ടിവിയുടെ റിമോട്ട് കൺട്രോൾ എടുത്ത് एक टीवी का रिमोट कंट्रोल लेकर ചാനലുകൾ മാറ്റുമ്പോൾ जैसे चैनल बदलते हैं, ചാനലുകൾ മാറുന്നു, ടിവി കാണാം, ടിവി അവിടെ കാണാം. टीवी वहीं पर है, चैनल बदल रहे हो, दृश्य बदलता जाता है. കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോൾ കാണാം. आपके हाथ में जो रिमोट कंट्रोल है उसे आप देख सकते हो, പക്ഷെ നിങ്ങൾ ഓർക്കണം, लेकिन आपको ध्यान देना है, ആ ടിവിക്കും റിമോട്ട് കൺട്രോളിനും ഇടയിലൂടെ ചില തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. टीवी और रिमोट कंट्रोल के बीच में जैसे आप बटन बदलते हैं, कुछ तरंगे होती है, ആ തരംഗങ്ങൾ പുറപ്പെടുന്നത് ആർക്കും കാണാനൊക്കെ और उन तरंगों को हम नहीं देख सकते. അത് പുറപ്പെടുന്നത് കൊണ്ടാണ് ചാനലുകൾ മാറുന്നത്. और जब आप बटन बदलते हैं, बटन दबाते हैं, उसमें से तरंगे निकलती है, और वो तरंगे निकलने के कारण चैनल बदलता है. അതുപോലെ നിങ്ങൾ കരമടിക്കുമ്പോൾ, നിങ്ങൾ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പുറമേ ഒന്നും കാണുന്നില്ലെങ്കിലും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചിലത് ചെയ്യുന്നുണ്ട്. ठीक इसी प्रकार से जब आप ताली बजाते हैं, जब आप प्रभु की स्तुति करते हैं, जब आप वचन सुनते हैं, बाहर से दिखाई कुछ नहीं दे रहा, लेकिन आपके लिए आपका परमेश्वर अपनी तरंगों को भेज रहा है, अपने कार्य को वो कर रहा है. ദൈവ സാന്നിധ്യത്തെ ദുരാത്മാവ് തിരിച്ചറിഞ്ഞു. परमेश्वर की उपस्थिति को दुष्ट आत्मा पहचान गई, അവൻ യേശുവിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് വന്നു. और यीशु के सामने वो दंडवत करके आया. ബൈബിൾ പറയുന്നു, ദുരാത്മാവ് യേശുവിനെ നമസ്കരിച്ചു. और बाइबल में लिखा है कि उस दुष्ट आत्मा ने यीशु के सामने घुटने टेके और उसको प्रणाम किया, യേശുവിനെ വണങ്ങി. और यीशु को प्रणाम किया. നിങ്ങൾക്കറിയുമോ, क्या आप जानते हो, ഇതേ പൈശാചിക ശക്തി यही दुष्ट आत्मा ചില മാസങ്ങൾക്ക് മുൻപ് कुछ महीनों पहले യേശു 40 ദിവസം ഉപവസിക്കുമ്പോൾ जब यीशु मसीह 40 दिन उपवास कर रहे थे, യേശുവിനോട് പറഞ്ഞു, यीशु से कहा, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ तू यदि मेरे आगे दंडवत करेगा, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് ये തരാം. सारी बातें मैं तुझे दे दूंगा. പിശാചിനെ നോക്കി യേശു പറഞ്ഞു, दुष्ट आत्मा को देखकर यीशु ने कहा, "ദാ പിശാചേ, हे शैतान, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് वचन में लिखा है നിന്നെ വണങ്ങുമെന്നല്ല, तुझे दंडवत करूंगा, ऐसा എന്നെ नहीं, വണങ്ങുമെന്നാ. तू मेरा दंडवत करेगा, ऐसा लिखा है. എല്ലാ മുട്ടും എന്റെ മുമ്പിൽ മടങ്ങും, अरे घुटना मेरे आगे टिकेगा, എല്ലാ നാവും യേശു കർത്താവെന്ന് വായിക്കൊണ്ടേറ്റ് പറയാ. हर एक जीभ ये मानेगी कि यीशु ही प्रभु है. അന്ന് പിശാചിന്റെ മുമ്പിൽ യേശു വണങ്ങിയില്ല. उस दिन यीशु ने दुष्ट आत्मा के आगे दंडवत नहीं किया. നവാപൂർ കൺവെൻഷനിൽ വന്നിരിക്കുന്ന ദൈവദിനം തിരിച്ചറിയുക. नवाबपुर में आए हुए प्रभु के लोगों, प्रभु को पहचानो. പിശാചിന്റെ മുൻപിൽ വണങ്ങാത്തവന്റെ മുൻപിൽ പിശാച് വണങ്ങുന്നു. शैतान के सामने जो घुटने नहीं टेकता है, जो शैतान को नमस्कार नहीं करता है, उससे शैतान दंडवत करेगा, शैतान उसके सामने झुक जाएगा, शैतान उसके सामने भाग जाएगा.
ഇന്നും പിശാചിന്റെ മുമ്പിൽ വണങ്ങാത്തവന്റെ മുൻപിൽ പിശാച് വിറയ്ക്കുന്നു. आज भी जो दुष्ट आत्मा के सामने घुटने नहीं टेकता है, उसे देखकर दुष्ट आत्मा डर जाती है. ഇന്നും പിശാച് വെക്കുന്ന തിന്മകളുടെ മുമ്പിൽ നിൽക്കാത്തവനെ പിശാച് പേടിക്കുന്നു. आज भी जो शैतान जो बुराइयां लेकर आता है, जो उनसे नहीं डरता, उन लोगों से शैतान डरता है. ഞാൻ വിശ്വസിക്കുന്ന പാസ്റ്റർ ഇന്ന് രാത്രിയിൽ ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുന്നു. मैं विश्वास करता हूं आज कुछ बंधनों से प्रभु लोगों को आजाद करने जा रहा है. ദീർഘവർഷങ്ങളായി നിൽക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. कई सालों से शैतान ने बीमारी लाकर आपको बांध रखा है, लेकिन आज रात को यीशु आपको छुड़ाने जा रहा है. ദീർഘവർഷങ്ങളായി നിൽക്കുന്ന അസ്ഥിയുടെ വേദനകൾ സൗഖ്യമാകാൻ പോകുന്നു. आपकी हड्डियों में कई सालों से दर्द है, यीशु आपको चंगा करता है. മുഴകൾ അപ്രത്യക്ഷമാകാൻ कई പോകുന്നു. गांठें गायब हो जाने वाली है. വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ മാറാൻ പോകുന്നു. आपके घरों में लड़ाई झगड़े हैं, यीशु उन अवस्थाओं से आपको छुड़ाने जा रहा है. ഹല്ലേലൂയ. हालेलुया. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ, शैतान के कार्य को पराजित करने के लिए അഴിക്കണമെങ്കിൽ കെട്ടണം. यदि खोलना है तो बांधना पड़ेगा. കെട്ടാത്തതിനെ അഴിക്കാൻ ഒക്കത്തില്ല. जिसे बांधा हुआ नहीं है उसे खोला नहीं जा सकता. യേശു ഈ ഭൂമിയിൽ വന്നത് അഴിക്കാനാണ്. प्रभु यीशु मसीह कुछ बातों को खोलने के लिए आया है. എന്റെ സഹോദരങ്ങളെ, मेरे भाइयों, കെട്ടിവെക്കാൻ സമയമെടുക്കും. बांधने में समय लगता है. പിശാച് നിന്റെ കുടുംബത്തെ ബന്ധിക്കുവാൻ, शैतान आपके परिवार को बांधने में, നിന്റെ അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ, आपकी आशीषों को आपसे छीनने के लिए, സ്വസ്ഥത ഇല്ലാതാക്കാൻ, आपकी शांति को हटाकर अशांति बांधने के പല लिए രോഗങ്ങൾ ഇടാൻ തുടങ്ങിയിട്ട് നാളുകളായി. कई सालों से कई बीमारी आपकी जिंदगी में डाल रहा है. പിശാചിന് കെട്ടാൻ മാസങ്ങൾ വേണ്ടി വരും. शैतान को कई महीने लगेंगे आपको बांधने में. 6 മാസം എടുത്ത്, ചിലർ പറയുന്നു 6 മാസമായി എനിക്ക് कुछ പ്രശ്നം, लोग कह रहे 6 महीने से मैं परेशान हूँ. ചിലർ പറയുന്നു 3 വർഷമായി എനിക്ക് कुछ പ്രശ്നം, कोई कहेगा 3 साल से मैं समस्या में हूँ. ചിലർ പറയുന്നു കഴിഞ്ഞ 1 വർഷമായി എനിക്ക് कोई कहेगा സമാധാനമില്ല. कि 1 साल से मैं समस्या में हूँ. വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും എടുത്ത് പിശാച് കെട്ടുന്നു. कई सालों में, कई महीनों में, कई दिनों में शैतान आपको बांधता है. എന്നാൽ പിശാച് വർഷങ്ങൾ എടുത്ത് കെട്ടിയതിനെയും യേശുക്രിസ്തുവിനെ അഴിക്കാൻ 1 സെക്കൻഡ് മതി. लेकिन सालों से आपको शैतान ने बंधनों में बांधा होगा, लेकिन उस बंधनों से आपको आजाद करने के लिए मेरे प्रभु को एक क्षण काफी है. ഹല്ലേലൂയ. हालेलुया. യേശുക്രിസ്തു പറയുന്നു, यीशु ने कहा, നിങ്ങൾ ബെത്ഫാഗയ്ക്കും ബെഥാനിക്കും ഇടയിലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കെട്ടിയിരിക്കുന്ന കാണും. बेतफगे और बेथानिया के बीच में तुम जाओगे, एक गधे को पाओगे जिसके ऊपर कोई नहीं चढ़ा है. അതിന്റെ കെട്ടഴിപ്പീൻ. वो बंधा हुआ है, तुम उसे खोल दो. അതിനെയും കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. मुझे उसका प्रयोजन है. ഈ നവാപൂർ കൺവെൻഷനിൽ ഞാൻ പ്രവചിക്കുന്നു. इस नवापुर कन्वेंशन में मैं भविष्यवाणी कर रहा हूं. യേശുവിന് ആവശ്യമുള്ള ഒത്തിരി പേര് ഇവിടെയുണ്ട്. यहाँ पर ऐसे बहुत सारे लोग हैं जिन्हें देखकर आज यीशु कह रहा है, मुझे तू चाहिए. പിശാച് मुझे നിന്നെ तू എത്ര चाहिए. കയറ് കൊണ്ട് കെട്ടിയാലും शैतान चाहे कितनी भी रस्सियों से तुझे बांध दे, ഇന്ന് രാത്രി യേശു അത് അഴിച്ചിരിക്കും. आज रात यीशु तुझे खोल देगा. यीशु तुझे खोल देगा. यीशु तुझे खोल देगा. വിശുദ്ധ ബൈബിൾ പറയുന്നു, बाइबल कहती है പിശാച് യേശുവിന്റെ മുമ്പിൽ വണങ്ങുന്നു. शैतान यीशु के सामने घुटने टेकता है സാത്താൻ ആവശ്യപ്പെടുന്നു, और शैतान विनती करता है ആ നിൽക്കുന്ന പന്നിക്കൂട്ടത്തിലേക്ക് കയറുവാൻ എനിക്ക് അനുവാദം कि തരണം. वहां पर सुअर का एक झुंड है, मैं वहां जाना चाहता हूं. Listen to me here. आप ध्यान दीजिए, യേശു ക്രിസ്തു അനുവദിക്കാതെ, यीशु मसीह बिना अनुमति दिए हुए, ദൈവം അറിയാതെ बिना परमेश्वर की जानकारी के നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. आपकी जिंदगी में कुछ नहीं हो सकता. നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും ദൈവം അഴിയാതെ പൊഴിയുന്നു. आपके सिर का एक बाल भी नीचे गिरता है तो उसकी जानकारी मेरे परमेश्वर को है. ദാനിയേൽ 2:28 രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. दानिएल 2:28 भेदों को जानने वाला एक परमेश्वर हमारे लिए स्वर्ग में है. എബ്രായർ 4:13 इब्रानी 4:13 അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ऐसी कोई बात इस सृष्टि में नहीं എല്ലാം है जो നഗ്നവും उसके മലർന്നതുമായി सामने छिपी കിടക്കുന്നു. हुई है. सब कुछ അവനോടത്രേ खुली എനിക്കും നിങ്ങൾക്കും और കാര്യമുള്ളത്. बेनकाब है और उसी परमेश्वर से हमारी മത്തായി जानकारी. 10:30 അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലെ ഒന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു. मत्ती 10:30 में लिखा है, तुम्हारे सिर के बालों को भी उसने गिन कर रखा है, एक बाल भी गिर जाता है तो उसे उसकी जानकारी. അടുത്തിരിക്കുന്ന ആളോട് പറയുക, ദൈവം അറിയാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. आपके पड़ोसी को हाथ मिलाकर बोलिए, प्रभु की जानकारी के बिना तुझे कुछ नहीं होगा. प्रभु जाने बिना तुझे कुछ नहीं होगा. സഹോദരങ്ങളെ, प्रियो,
വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, बाइबल में लिखा है, അവൻ ദുരാത്മാക്കളോട് പന്നിക്കൂട്ടത്തിലേക്ക് കയറുവാൻ അനുവാദം കൊടുത്തു. और उसने दुष्ट आत्माओं को आदेश दिया कि सूअरों के भीतर 2000 പന്നികൾ അവിടെ മേഞ്ഞുകൊണ്ടിരുന്നു. वहां पर लगभग 2000 सूअर थे. ഇവന്റെ ശരീരത്തിൽ 6000 ഭൂതങ്ങളുണ്ട്. इस व्यक्ति के अंदर 6000 दुष्ट आत्माएं थी. ഞാൻ ചിന്തിക്കുന്നു 3 ഭൂതങ്ങൾ വെച്ച് ഒരു പന്നിയിൽ കയറി. मैं सोचता हूं कि 2000 सूअर थे, 6000 दुष्ट आत्माएं थी, इसका मतलब एक सूअर में 3 दुष्ट आत्मा घुस गई. ദുരാത്മാവ് പ്രവേശിച്ചതും जैसे ही दुष्ट आत्मा घुसी, അത് ഓടി വെള്ളത്തിലേക്ക് ചാടി മരിച്ചു. हम देखते कि सूअर दौड़कर जाकर झील में कूद गया और मर गया. ശ്രദ്ധിച്ചാലും ध्यान दीजिए, പിശാച് ഒരുത്തനിൽ വരുന്നത്, दुष्ट आत्मा एक व्यक्ति के अंदर आती है. സാത്താൻ ഒരുത്തനെ സ്വാധീനിക്കുന്നത് शैतान एक व्यक्ति को अपने वश में इसलिए करता है, മരണത്തിലേക്ക് നയിക്കാൻ, मरने के लिए उसे ले जाने के लिए, मृत्यु की ओर उसे ले जाने के लिए, ആത്മഹത്യയിലേക്ക് നയിക്കാൻ. आत्महत्या की ओर ले जाने के लिए. ഇന്ന് രാത്രി സഹോദരങ്ങളെ, आज रात प्रियो, ജീവിതത്തിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. जिंदगी में आत्महत्या किसी बात का समाधान नहीं है. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. आपकी समस्याओं के लिए आपने अपने आप को मार दिया करके समस्या का समाधान नहीं होता है. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. लेकिन आपकी समस्याओं का समाधान करने के लिए आपके लिए यीशु मसीह आज से 2000 वर्ष पहले क्रूस पर मारा गया है. ബൈബിൾ പറയുന്നു, बाइबल में लिखा है, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് തന്നവൻ അവനോട് കൂടെ സകലത് നൽകാതിരിക്കുമോ? जिसने अपने निज पुत्र को भी अपने लिए नहीं रख छोड़ा, वह उसके साथ बाकी सारी बातें क्यों नहीं देगा. സ്വർഗത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നു യേശുക്രിസ്തു. स्वर्ग की सबसे बेशकीमती संपत्ति थी यीशु मसीह. സ്വർഗത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് തന്റെ പുത്രനായ യേശു. और स्वर्ग की सबसे बहुमूल्य व्यक्तित्व था उसका पुत्र यीशु मसीह. ആ യേശുവിനെ അവൻ നമുക്ക് തന്നെങ്കിൽ और उस यीशु मसीह को उसने हमारे लिए दे दिया. അവനോട് കൂടെ സകലത് നൽകാതിരിക്കുമോ? उसके साथ बाकी सब क्यों नहीं देगा, क्यों नहीं देगा. हालेलुया. Glory to God. Listen to me here everyone. आप यहाँ ध्यान दीजिए, യേശുക്രിസ്തുവിനെ ശിഷ്യന്മാരെയും ഈ സാത്താന്യ ശക്തികൾ കടലിൽ മുക്കാൻ ശ്രമിച്ചിരുന്നു. यीशु को और चेलों को दुष्ट आत्मा ने झील में डुबाने की कोशिश की. അവർ ഗദരദേശത്ത് എത്താതിരിക്കാൻ പിശാച് ശ്രമിച്ചിരുന്നു. शैतान ने कोशिश की थी कि ये गिरासेनियों के देश में नहीं पहुंच पाए. കാറ്റും കടലും ഇളകി മറിഞ്ഞു. हवा आ गई थी, तूफान आ गया था, समुद्र उनके खिलाफ आ गया था. എന്നാൽ അതിനെ ജയിച്ചാണ് അവർ ഗദരദേശത്ത് എത്തിയത്. लेकिन उस तूफान के ऊपर विजय पाकर वे गिरासेनियों के देश में पहुंच जाते. എന്നെ ശ്രദ്ധിച്ചാലും मुझे ध्यान दीजिए, ഏത് കടലിലാണോ യേശുവിനെയും ശിഷ്യന്മാരെയും പിശാച് മുക്കാൻ ശ്രമിച്ചത്, അതേ കടലിലേക്ക് അവൻ തന്നെ എടുത്തു ചാടുന്നു. देखिए जिस झील में यीशु और चेलों को दुष्ट आत्मा ने डुबाने की कोशिश की थी, उसी झील में जब दुष्ट आत्मा सूअर के अंदर आ गई, वो सूअरों का झुंड उसी झील में कूद कर मर गया. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങൾക്ക് ദൈവം ജയം നൽകും. आपको जहां पर पराजित करने के लिए लोगों ने परिश्रम किया, उस स्थान पर परमेश्वर आपको पराजित होने नहीं देगा. उसी स्थान पर परमेश्वर आपको विजय देगा. നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ തകർന്നു പോകില്ല. ദൈവം നിങ്ങൾക്ക് ജയം നൽകും. आपको हानि पहुंचाने वालों के सामने आपको हानि नहीं मिलेगी, परमेश्वर आपको विजय देगा. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. हाथों को उठाकर हालेलुया. വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, बाइबल में लिखा है, ആ മനുഷ്യന് സുബോധം വന്നു. वह मनुष्य होश में आ गया, അവൻ വസ്ത്രം ധരിച്ചു. वस्त्र पहन लिया, അവന്റെ മുഖഭാവം മാറി. उसका चेहरे का अंदाज बदल അവന്റെ गया, ജീവിതം മുഴുവൻ മാറി. उसका जीवन पूरा पूरा बदल गया. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, आज रात मुझे सुनने वालों, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, आपके जीवन को बदलने के लिए, നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരുവാൻ आपको एक नई जिंदगी देने के लिए യേശുവിന് കഴിയും. यीशु के द्वारा संभव है. നിങ്ങൾ രോഗിയാണോ? आप बीमार होंगे, ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കും. आज रात यीशु आपको चंगा നിങ്ങൾ देगा. പാപത്തിന്റെ ബന്ധനത്തിലാണോ? आप पाप के बंधन में हो तो നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് യേശു നിങ്ങളെ വിടുവിക്കും. आपके पापों में से यीशु आज आपको छुटकारा देगा. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സ്വസ്ഥതയില്ലാത്തവരാണോ? आपके परिवार में आप अशांत हो तो ഇന്ന് രാത്രി യേശു നിങ്ങളുടെ ഭവനത്തിൽ സ്വസ്ഥത നൽകും. आज रात यीशु आपके परिवारों में अपनी शांति को देगा. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത വിഷയത്തെ ഇന്ന് രാത്രി യേശു ഹാൻഡിൽ ചെയ്യും. उन विषयों का
जिनका समाधान नहीं हो रहा, आपको समझ में नहीं आ रहा कि मैं क्या करूं, यीशु उन विषयों में आज कार्य करने അത് जा रहा है। വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. विश्वास करने वाले अपने हाथ को उठाए, വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. विश्वास करने वाले अपने हाथ को ആ उठाए। കരങ്ങൾ ഉയർത്തിയവർ ചാടി എഴുന്നേറ്റാട്ടെ. और जिन्होंने अपने हाथ उठाए अपने स्थानों पे खड़े हो ചാടി जाए, എഴുന്നേറ്റാട്ടെ. उछल कर खड़े हो जाए। ഞാൻ പ്രാർത്ഥിക്കുവാൻ मैं പോകുന്നു. आपके लिए प्रार्थना करने जा रहा ഇന്ന് हूं। രാത്രി സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. आज रात स्वर्ग आपके लिए चमत्कार करेगा। എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? कितने लोग विश्वास करते हैं कि मेरा यीशु मेरे लिए चमत्कार I करने जा thank रहा you, है? Holy Spirit of God. पवित्र आत्मा हम आपको धन्यवाद देते हैं। Lord, I believe in you. I trust in you in the name of Jesus. प्रभु आज रात को मैं आप पर विश्वास करता हूं, आप पर मैं भरोसा करता हूं। Luke chapter 1 verse 37, the Bible says, for nothing is impossible with God. लूका 1:37 में लिखा है, परमेश्वर के लिए असंभव कुछ भी नहीं है। Everything is possible in the name of Jesus. सारी बातें सब कुछ यीशु के नाम में संभव है। You have any sickness in your body, Jesus will heal you tonight. यदि आज आपकी जिंदगी में आपके शरीर में बीमारी है, यीशु आपको चंगा करेगा, Because He's a Son of God. क्योंकि वह परमेश्वर का पुत्र है। He is a living वो God. जीवित परमेश्वर है। He is yesterday, today and वो forever. आज कल और युगानुग एक सा है। He is the Lord of today. और वो आज का परमेश्वर है। He is the Lord of today. वो आज का परमेश्वर है। Today God will deliver you. आज परमेश्वर आपको छुटकारा देगा। God will do the great things for you tonight. परमेश्वर आपकी जिंदगी में महान कार्य करेगा। Yes, lift up your hand. अपने हाथों को उठाए। Close your eyes, everyone here. सभी लोग अपनी आंखों को बंद करें। Pray, everyone. सभी लोग प्रार्थना करें। Praise, everyone here. प्रभु की स्तुति करना आरंभ कीजिए। Father, touch me tonight. पिता आज तू मुझे छू ले। Hallelujah. हालेलुया। Touch me tonight. प्रभु तू मुझे छू ले। Touch me tonight. प्रभु तू मुझे छू ले। Pray, everyone here. सभी लोग प्रार्थना कीजिए। मुख ചില खोल के प्रार्थना രോഗബന്ധനങ്ങൾ അഴിയാൻ कीजिए। പോകുന്നു. सारी बीमारी के बंधन टूटने पर, അത്ഭുത സൗഖ്യങ്ങൾ നടക്കാൻ परमेश्वर പോകുന്നു. की चमत्कार चंगाइयां प्रकट होने पर, ഇന്ന് രാത്രിയിൽ आज रात യേശുവേ यीशु എന്നെ സൗഖ്യമാക്കണമേ तू मुझे चंगा कर। എന്നാഗ്രഹിക്കുന്നവർ കരമുയർത്തിയാട്ടെ. और वे लोग जो कह रहे हैं कि प्रभु यीशु तू मुझे चंगा कर, वे लोग अपने हाथ को उठाए। കണ്ണിന് കാഴ്ചയില്ലാത്തവർ ഇവിടെ ഉണ്ട്. और ऐसे कुछ लोग हैं जिन्हें दिखाई नहीं देता। നിങ്ങളുടെ കണ്ണുകൾക്ക് കർത്താവ് കാഴ്ച തരുവാൻ आज പോകുന്നു. परमेश्वर अंधी आंखों को खोलना चाहता है। എല്ലാ കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചേ. सभी लोग अपने हाथ अपने सीने पे लगाए। सभी लोग अपने दोनों हाथ अपने सीने पे लगाए। Hallelujah. Hallelujah. अपने दोनों हाथ अपने सीने पे लगाकर ऊंची आवाज में गाएं। Sing loudly. ऊंची आवाज में। Hallelujah. Hallelujah. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. आज रात मेरे लिए प्रार्थना कीजिए। എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. मेरे परिवार के लिए प्रार्थना कीजिए। Anyone need a prayer here? You come forward right now. यदि आप में से कोई भी जो कह रहा है मेरे लिए प्रार्थना कीजिए, अपने स्थानों को छोड़ दीजिए, आगे आ जाए। God will do the great things for tonight. परमेश्वर आज रात को बड़ी बड़ी बातें आपकी जिंदगी में करेगा। God will change all the problems परमेश्वर tonight. आपकी समस्याओं को हटा देगा आज रात। He will do the great things for you. वो आज रात आपके लिए बड़ी बड़ी बातों को करेगा। The spirit of darkness and every unclean spirit, I rebuke tonight in the name of Jesus. अशुद्ध आत्मा, अंधकार की आत्मा, आज रात को यीशु के नाम में मैं तुझे डांटता हूँ। ഇന്ന് രാത്രി എന്റെ സഹോദരങ്ങളെ, आज रात भाइयों, ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ? एक चमत्कार की यदि आप उम्मीद रखकर यहाँ पर आए हैं, എന്തിൽ തൊട്ടാലും തടസ്സങ്ങൾ അനുഭവിക്കുന്നുവോ? आपकी जिंदगी में आपको लग रहा होगा मैं जहां हाथ डालता हूं वहां पर पराजय है, नुकसान मुझे मिलता है। നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രശ്നവുമായി ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിൽക്കുന്നുവോ? आज रात हो सकता है ऐसी एक समस्या को लेकर आप यहाँ आए होंगे जिसे देखकर आप कह रहे हो मेरे वश में नहीं है, मुझे समझ नहीं आ रहा मैं क्या करूं। ആ വിഷയത്തെ യേശു ഇന്ന് രാത്രിയിൽ ഹാൻഡിൽ ചെയ്ത രാത്രിയാണ്. और उस विषय को आज मेरा यीशु अपने वश में करने जा रहा है। ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. विश्वास कीजिए, വിശ്വസിക്കുക. विश्वास कीजिए। വായ്കൾ തുറന്ന് യേശുവെ എന്ന് मुख വിളിക്കുക. खोलकर यीशु पुकारिए। വിശ്വസിച്ചാട്ടെ. विश्वास कीजिए, विश्वास कीजिए।
Rebana rikala rida bana rikala. Riba sentereyala. Rokoro doboro shamana rikala bana shamana rida bana rikala. Hallelujah. 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 Ralba Santa. Shataramana Hatas. Shabana Hakili Araba. Rikala rida bana shamana rida bana rikala. Hallelujah. See the choir, everyone. मिलकर ऊंची आवाज में Sing loudly. ऊंची आवाज में गा Call upon the name Jesus. यीशु के नाम में Rebecca Sendere. Shatale Karasate. Rama Parashate. Rama Kase. Rikatele Rama Satara. Rama Kase Karama. Lord, heal everyone here. प्रभु अपने लोगों को चंगा कर Exodus chapter 15, verse 26. I am the Lord, your healer. परमेश्वर आप हमें चंगा करने वाले प्रभु हो Lord, I release the power of healing right now in the name of Jesus. यीशु मसीह नासरी के नाम में चंगाई की सामर्थ की घोषणा हम कर देते हैं I break it all bondages. I break it all the curses in the name of Jesus Christ in यीशु मसीह के Israel. नाम में शैतान के सारे बंधनों को सारे शापों को मैं निरस्त करता हूँ इन लोगों को आजाद घोषित कर देता हूँ Ralba Kalba Sandara. Rika Sandara. Riba Shandara. Touch of the Rivaria. चंगाई चंगाई Yeah. चंगाई Tumor will disappear right now. गांठे गायब हो जाने पर Arthritis here. जोड़ों का दर्द चला जाने पर The spirit of blindness, I rebuke you right now. In the अंधेपन की name of आत्मा Jesus. लोगों की आंखों को छोड़ दे The spirit of deafness, heal now. बहरेपन की आत्मा कानों को छोड़ दे Children of God, say loudly, Jesus. ऊंची आवाज में पुकारो यीशु बोलो Jesus. यीशु Oh, yes, yes. Yes. Riba Kalama शाबाना Shatara. रीडा बाना रिशा बाना रिखाना Ralba रोको रोडो Shatara. बोलो रोशा बाना Ruka रीडा बाना Lama Shatara. रोको रोडो बोलो रोशा बाना रीडा बाना रिखाना Riba Shatara. रिशा बाना रीडा बाना रोसो बोलो खोलो रोडो बोलो रोशा बाना रीडा बाना Hallelujah.